രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം. അതിനുശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം, അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രായേലിനായ നാബോത്ത്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിഞ്ഞ് കിടന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ ഈസബേൽ അവൻ്റെ അടുക്കൽ വന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരയണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്നു പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യ ഈസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിന് ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവേൻ. നീചന്മാരായ 2 ആളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഈസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച് എഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. നീചന്മാരായ 2 ആളുകൾ വന്ന് അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെ ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി, നാബോത്തിനു വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് അവർ ഈസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് ഈസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടെയില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിന് മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബിനായ ഏലിയാവിനുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് ശമരിയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചൊല്ലുക. ഇതാ, അവൻ നാബോത്തിന് മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞതെന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബയശയുടെ ഗൃഹത്തെ പോലെയും ആക്കും. ഈസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഈസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്കു കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റെ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സമാധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ
യഹോവയുടെ അരുളപ്പാട് തിശ്ബിനായ ഏലിയാവിന് ഉണ്ടായി. ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. യിരെമ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടിരിക്കും എന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൽ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും എന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മദ്ദാന്റെ മകനായ ശെഫത്യാവും പഷൂരിൻ്റെ മകനായ ഗദല്യാവും ശെലെമ്യാവിൻ്റെ മകനായ യൂഖലും മൽക്കിയാവിൻ്റെ മകനായ പഷൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്കു പറഞ്ഞ് ദൈതിശയം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിൽ നന്മയല്ല തിന്മയത്ര അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവെ പിടിച്ചു കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശനായ ഏബെദ്മേലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഏബെദ്മേലെക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനായ രാജാവേ, ഈ മനുഷ്യൻ യിരെമ്യാ പ്രവാചകരോട് ചെയ്യുന്നതൊക്കെയും അന്യായമല്ലോ. അവർ അവനെ കുഴിയിലിട്ടു കളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായകയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശനായ ഏബെദ്മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബെദ്മേലെക്ക് ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്ന് അവിടെ നിന്നും പഴംതുണിയും കീറ്റുതുണിക്കണ്ണങ്ങളും എടുത്തു കുഴിയിൽ യിരെമ്യാവിന് കയറുവഴി ഇറക്കിക്കൊടുത്തു. കൂശനായ ഏബെദ്മേലെക്ക് യിരെമ്യാവോട്, ഈ പഴംതുണിയും കീറ്റുതുണിക്കണ്ണങ്ങളും നിന്റെ കഷങ്ങളിൽ വെച്ച് അതിനു പുറമേ കയറി കൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവിനെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. അതിനുശേഷം സിദെക്കീയ രാജാവ് ആളയച്ചു യിരെമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിൻ്റെ 3-ാം പ്രവേശനത്തിങ്കൽ തൻ്റെ അടുക്കൽ വരുത്തി. രാജാവ് യിരെമ്യാവോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചു വെക്കരുതേ എന്ന് കൽപ്പിച്ചു. അതിന് യിരെമ്യാവ് സിദെക്കീയാവോട്, ഞാൻ അത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാനൊരാലോചന പറഞ്ഞു തന്നാൽ എൻ്റെ വാക്ക് കേൾക്കയില്ലല്ലോ എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണേ, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് യിരെമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാറേ യിരെമ്യാവ് സിദെക്കീയാവിനോട്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷ ഉണ്ടാകും. ഈ നഗരത്തെ തീവെച്ച് ചുട്ടുകളയുകയില്ല. നീയും നിന്റെ ഗ്രഹവും ജീവനോടെ ഇരിക്കും. നീ ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴുകുകയുമില്ല എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ് യിരെമ്യാവോട്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ. എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്തു ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാവിത്: യഹൂദ രാജാവിൻ്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ച് നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദയരുടെ അടുക്കൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദെക്കീയാവ് യിരെമ്യാവോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല.
ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു സംസാരിച്ചു ഞങ്ങളോട് പറക, ഒന്നും മറച്ചു വയ്ക്കരുത്. ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്തു സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട്, യോനാഥാന്റെ വീട്ടിൽ കിടന്നു മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുത് എന്ന് ഞാൻ രാജസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം. സകല പ്രഭുക്കന്മാരും യിരെമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറേ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെ ഒക്കെയും അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാങ്ങാഞ്ഞതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരൂശലേം പിടിച്ച നാൾ വരെ യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് പാർത്തു. യെരൂശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 39 അധ്യായം. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ 9 ആണ്ടിൽ 10 മാസത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവന്റെ സകല സൈന്യവും യെരൂശലേമിന്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. സിദെക്കീയാവിന്റെ 11 ആണ്ടിൽ 4 മാസം 9 തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു. ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും നേർഗൽ ശരേസരും സങ്കർ നെബോവും സർസഖീമും രബ്സാരിസും നേർക്കൽ ശരേസരും രബ്മാഗും ബാബേൽ രാജാവിന്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്തു കടന്ന് നടുവിലത്തെ വാതിൽക്കൽ ഇരുന്നു. യഹൂദ രാജാവായ സിദെക്കീയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി 2 മതിലുകൾക്കും നടുവിലുള്ള വാതിൽക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബ വഴിക്ക് പോയി. കൽദയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു. ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിന്റെ കണ്ണു പൊട്ടിച്ചു. അവന് ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. കൽദയർ രാജഗൃഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവെച്ച് ചുട്ടും യെരൂശലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ച ജനത്തെയും അവൻ തന്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസറാദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസാൻ ആദാൻ യഹൂദ ദേശത്ത് പാർപ്പിച്ചു. അവർക്ക് അന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. യിരെമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർ ആദാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടിവെച്ച് അവനോടൊരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അകമ്പടി നായകനായ നെബൂസറാദാനും നെബൂഷദാനും രബ്സാരിസും നേർഗൽ ശരേസരും രബ്മാഗും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും കൂടെ ആളയച്ചു. യിരെമ്യാവെ കാവൽപുരമുറ്റത്തു നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവ് ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് കൂശനായ ഏബദുമേലെക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും. അന്ന് നീ കാണുകയവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യൂദയുടെ ലേഖനം 1 അധ്യായം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്നെനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ,
കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാറ്റുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സൊദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെയും മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്നു പറഞ്ഞതേയുള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്കയ്യോ കഷ്ടം! അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കുതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞു ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തെയും അന്ധതമസിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറയുന്നുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് കൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.